10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റിമോട്ട് കൺട്രോൾ ഡെറ്റനേറ്ററാണ്. അപ്പോൾ ഈ ഡെറ്റനേറ്റർ ഒന്നും കേട്ടിട്ട് ഞാൻ ബോംബ് ഉണ്ടാക്കും, അതുണ്ടാക്കും, ഇതുണ്ടാക്കും എന്നും പറയണ്ട. വെറുതെ ഇപ്പോൾ റിമോട്ട് കൺട്രോൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഐറ്റംസ് ഫയർ ചെയ്യും. ഇപ്പം നമുക്കിപ്പോൾ പടക്കം പൊട്ടിക്കാൻ പേടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും. തീരെടുത്ത് പോയി കൈ പൊള്ളിക്കണ്ടല്ലോ എന്ന് പറഞ്ഞത്. അപ്പം ഈ സാധനമൊക്കെ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ സയൻസ് ഉപയോഗിച്ച് നമ്മുടെ പണിയൊക്കെ ഈസി ആക്കുക എന്നുള്ള ആ ഒരു ചിന്തയിലെടുത്താൽ മതി. ഓക്കെ, അപ്പം ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ വേണം നോക്കാം. അപ്പോൾ ഗൈസ്, ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു 12 വോൾട്ടിൻ്റെ ഒരു ചാനൽ വയർലെസ് RF റിമോട്ട് കൺട്രോൾ, അതിൻ്റെ സ്വിച്ച്, ട്രാൻസ്മിറ്റർ, റിസീവർ സെറ്റ്. ഇപ്പം ഞാൻ ഇത് എടുത്തേക്കുന്ന റിസീവർ സെറ്റാണ്. അപ്പോൾ ഇതിലാണ് നമ്മൾ കണക്ഷനും വയറിങ്ങും ബാക്കി പരിപാടിയെല്ലാം ചെയ്യുന്നത്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു റിമോട്ടും വരും. അപ്പം ആ റിമോട്ട് ഓൾറെഡി ഇതുമായിട്ട് പെയ്ഡാണ്. നമ്മൾ റെഡി ടു യൂസ് ആയിട്ടാണ് വരുന്നത്. അതിനകത്ത് വേറെ അല്ലാതെ കോൺഫിഗർ ചെയ്യാം. പിന്നെ നമുക്കൊരു 9 വോൾട്ട് ബാറ്ററി. അപ്പോൾ ആദ്യമേ എനിക്ക് എൻ്റെ കയ്യിലിരുന്ന് നമുക്ക് 9 വോൾട്ട് ബാറ്ററി വേണം. പിന്നെ ബാറ്ററിയുടെ മുകളിൽ വയ്ക്കുന്ന ക്യാപ്പ് ഒരെണ്ണം വേണം. അതുപോലെ നിക്രോം വയർ. അപ്പോൾ ആദ്യമേ എൻ്റെ കയ്യിലിരുന്ന് നിക്രോം വയർ ഇച്ചിരി ഗേജ് കൂടിയതായതുകൊണ്ട് 9 വോൾട്ടിൽ വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഈ ബോർഡിലോട്ട് സപ്ലൈ ചെയ്ത 12 വോൾട്ടാണ്. അപ്പം നമുക്ക് ഈ ബോർഡിൻ്റെ പുറകിൽ, അതായത് നമുക്ക് കണക്ഷൻ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഈ ബോർഡിൻ്റെ പുറകിലായിട്ട് നമുക്കിങ്ങനെ എഴുതിയിട്ടുണ്ട്. അതായത് V+, V-, അതായത് പ്ലസ്സും മൈനസ്. 12 വോൾട്ട് പ്ലസ് അവിടെ കൊടുക്കണം, മൈനസ് ഇവിടെ കൊടുക്കണം. പിന്നെ ഓണും കോമെന്നും പറഞ്ഞ് 2 സ്വിച്ച് ഇതും കാണും. അപ്പോൾ അത് രണ്ടിടത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സാധനത്തിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, വേണ്ടവർ മേടിച്ചു. അതുപോലെ 9 വോൾട്ട് നമ്മൾ കണക്ട് ചെയ്യുക. 9 വോൾട്ടോ 12 വോൾട്ടോ എത്രയാണെന്ന് വെച്ചാൽ കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ റെഡ് വയർ എപ്പോഴും പോസിറ്റീവും അതിൻ്റെ ബ്ലാക്ക് നെഗറ്റീവ് ആയിരിക്കും. അപ്പം ഈ റെഡ് വയർ നമ്മളെടുത്ത് നമ്മൾ നേരത്തെ കണ്ട V+ എന്ന് പറഞ്ഞാൽ അവിടെ കണക്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ 2 വയറും കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ സംഭവം വർക്ക് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഈ ബോർഡ് റിസീവ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ റിമോട്ട് നമ്മളെടുക്കുക. എന്നിട്ട് നമ്മുടെ 9 വോൾട്ട് ബാറ്ററിയുടെ ഗ്യാപ്പ് എടുത്ത് ബാറ്ററിയിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ സർക്യൂട്ട് ഓൺ ആയി. അപ്പോൾ നമ്മൾ നമ്മുടെ റിമോട്ട് സ്വിച്ച് കേൾക്കുമ്പോൾ അവിടെ റെഡ് ലൈറ്റും അതുപോലെ റിലേ ഓൺ ആകുമ്പോൾ ടക്ക് ടക്ക് എന്നൊരു സ്വിച്ച് ഇടുന്ന പോലത്തെ ശബ്ദവും കേൾക്കും. അപ്പം അങ്ങനെ അത് കേട്ട് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും സംഭവം വർക്കിംഗ് ആണ്. ഇനിയിപ്പോൾ ബാക്കി സർക്യൂട്ടിൻ്റെ പരിപാടിയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് സാധാ കുറച്ച് വയർ എടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നിക്രോം വയറും നമുക്ക് വേണം. നിക്രോം വയർ. അപ്പം ഈ സാധാ വയർ എടുത്തിട്ട് എവിടെ കണക്ട് ചെയ്യണമെന്ന് ഇപ്പം നമ്മുടെ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ അതേപോലെ തന്നെ കണക്ട് ചെയ്യുക. പിന്നെ വേറെ പരിപാടിയൊന്നുമില്ല, അത്രേ ഉള്ളൂ. പക്ഷേ ഈ നിക്രോം വയർ, അതായത് നമ്മൾ അടുപ്പിച്ച് ചിലപ്പോൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഹീറ്റ് ആവണമെന്നില്ല. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ എവിടെ വെച്ചാൽ ഹീറ്റാവും, എവിടെ വെച്ചാൽ ഹീറ്റ് ആവത്തില്ല. ചിലപ്പം റെഡ് ഹോട്ട് ആവത്തില്ല, റിലേ അല്ലാതെ കട്ടാവും. അപ്പം അതെങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഈ വീഡിയോയ്ക്കകത്ത് കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ നിക്രോം വയർ ഈ ഒരു സെറ്റപ്പ് ഒരു സ്വിച്ചായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്താൽ മതി. ഒരു സ്വിച്ച് ഓൺ ആക്കും, കറണ്ട് അതിനകത്തൂടെ പോകും, നിക്രോം വയർ ചൂടാവും, നമ്മൾ ബേൺ ചെയ്യാനുള്ള സാധനം എന്താണെന്ന് വെച്ചാൽ ബേൺ ചെയ്യും. അപ്പം നമുക്ക് പോസിറ്റീവും വേണം, നെഗറ്റീവ് വേണം. അപ്പം നമ്മൾ സ്വിച്ച് സാധാരണ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ഏരിയ അല്ലെങ്കിൽ നെഗറ്റീവ് ഏരിയ എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും സ്വിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേ ബോഡിയിൽ നിന്ന് തന്നെ നമ്മൾ പവർ കൊടുക്കുന്നുണ്ട്, പോസിറ്റീവും നെഗറ്റീവും. അപ്പോൾ ഇതിലൊരെണ്ണം ബ്രേക്ക് ചെയ്ത് നമ്മൾ അതായത് നമ്മുടെ ഓണും കോമും എന്നും പറഞ്ഞ് 2 ബോർഡിനകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തോട്ട് 2 വയറിടും. അപ്പം ഒന്നേ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു വയർ എടുത്ത് ഓണിലോട്ട് കൊടുക്കുക. എന്നിട്ട് കോമിൽ നിന്ന് ഒരു വയർ തിരിച്ചെടുക്കുക. അപ്പോൾ ഇപ്പോൾ പോസിറ്റീവിൽ നിന്ന് നിങ്ങളൊരു വയർ എടുക്കുന്നതെങ്കിൽ അതായത് അതായത് പോസിറ്റീവിൽ നിന്ന് ഓണ്, അത് പിന്നെ കോമ് പോകുന്നത്, അത് പോസിറ്റീവ് സർക്യൂട്ട്. പിന്നെ നെഗറ്റീവിൽ നിന്നൊരു വയർ എടുത്ത് ഇത് 2, അതായത് വലിയ 2 വയറും നിക്രോമിലോട്ട് കണക്ട് ചെയ്താൽ മതി.
അപ്പോൾ നമ്മൾ ഈ വയർ കറക്റ്റായിട്ട് വയർ ചെയ്തതിന് ശേഷം നമുക്ക് നിക്രോം വയർ ഇതിൻ്റെ രണ്ടറ്റത്തും ആഡ് ചെയ്യാം. അപ്പം നിക്രോം വയർ ചൂടാവും, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഞാനൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഉള്ള എൻ്റെ ഒരു സോൾഡറിങ് സ്റ്റേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിലോട്ടൊരു വയർ കൊടുത്തിട്ട് ആ വയറിൻ്റെ അറ്റത്തോട്ട് നിക്രോം വയർ ഇച്ചിരി ലെങ്തിലെടുത്ത് കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ട് ഓൺ ആക്കിയിട്ട് നമ്മുടെ മറ്റേ വയർ മാനുവലായിട്ട് നമ്മൾ കൈ കൊണ്ട് മുട്ടിച്ച് നോക്കും. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എവിടെയാണോ ഇത് ഹീറ്റ് ആവുന്നതെന്ന് മുട്ടിച്ച് നോക്കും. എന്നിട്ടാണ് നമ്മൾ വയർ എടുക്കുന്നത്. അത്രേ ഉള്ളൂ പരിപാടി. ഗൈസ്, നമ്മളപ്പോൾ ബാറ്ററി ആയിട്ട് ഇതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ജസ്റ്റ് റിമോട്ട് ഒന്ന് ഓൺ ആക്കിയിട്ട് നമുക്ക് പറഞ്ഞ പോലെ നോക്കാം ഏറ്റവും ഷോർട്ട് ഡിസ്റ്റൻസിൽ എവിടെയാണോ ഇത് റെഡ് ഹോട്ടായിട്ട് ചൂടാകുന്നതെന്ന്. അപ്പോൾ റിമോട്ട് സ്വിച്ച് ഓൺ ആക്കി ലൈറ്റ് കത്തി ഇനി നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം. ഗൈസ്, ഇവിടെ വെച്ചാണ് എനിക്ക് മനസ്സിലാകുന്നത് നമ്മുടെ നിക്രോം വയറിൻ്റെ ഗേജ് കൂടുതലായതുകൊണ്ട് 9 വോൾട്ടിൽ ഇത് വർക്ക് ചെയ്യത്തില്ല എന്ന്. അപ്പം നമുക്ക് 12 വോൾട്ട്, അതായത് ബാറ്ററിക്ക് വരെ എൻ്റെ കയ്യിൽ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഇല്ല. അതിന് പകരം നമ്മൾ ഡയറക്റ്റ് 12 വോൾട്ട് അഡാപ്റ്റർ വെച്ചിട്ട് പവർ കൊടുക്കുന്ന സെറ്റപ്പ് ചെയ്യുക. ഗൈസ്, നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഓൺ ആക്കിയിട്ട് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഗൈസ്, ഇവിടെ ഇത് നമുക്ക് റെഡ് ഹോട്ട് ആവുന്ന കാണാം. ഒരുപാട് നേരം വെച്ചോണ്ടിരുന്ന അത് വീട്ടിലേക്ക് പോകും. അപ്പം സംഭവം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു തീപ്പെട്ടിയൊക്കെ വെച്ച് അത് കത്തിക്കാൻ പറ്റുമോ നോക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ പണ്ടൊരു വീഡിയോയ്ക്കകത്ത് സ്മോക്ക് ഓഫ് ഉണ്ടാക്കിയത്, സ്മോക്ക് ഗ്രനേഡ്, നല്ല കട്ടൻ 916 വെള്ളപ്പുക. അപ്പം ആ സാധനത്തിൻ്റെ മിക്സ്, അതിൻ്റെ കുറച്ച് പൊട്ടാസിനേറ്ററിൻ്റെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും കുറച്ച് പഞ്ചസാരയൊക്കെ മിക്സ് ചെയ്ത് ചെറുതായിട്ട് ഇച്ചിരി ഒരു മിക്സൊക്കെ എടുത്ത് അതും നമുക്ക് കത്തിച്ച് നോക്കാം. ഇനി ബേണിംഗ് ടെസ്റ്റ് മാത്രമേ ഉള്ളൂ. പരിപാടി കഴിഞ്ഞു ഇവിടെ. നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ഇതിലെല്ലാം എന്തോ മാച്ച് സ്റ്റിക്ക് അത് കത്തുന്ന കാണാം. ഇനി നമുക്ക് കുറച്ച് പൊട്ടാസ്യം നൈട്രേറ്റിൻ്റെ മിക്സ് എടുത്ത് കത്തിച്ച് നോക്കാം. ഗ്യാസാണ് കത്തിക്കുന്നത്, അതിൻ്റേതായ ശരിയൊക്കെ ഉണ്ട്. ഞാനിവിടെ എൻ്റെ ഒരു കുസൃതിക്ക് വേണ്ടി ഞാൻ നമ്മുടെ വയറിൻ്റെ ഗേജ് ഒന്നും കൂടെ കൂട്ടി 12 വോൾട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് അപ്പോൾ അത് വർക്ക് ചെയ്തില്ല. പിന്നെ നമ്മൾ വീണ്ടും ഗേജ് കുറച്ചു. ഉരുകി പോയാലും കുഴപ്പമില്ല, നമുക്ക് നോക്കാം. ഗൈസ്, അതപ്പം അതും നല്ല കിടലായിട്ട് കത്തുന്നുണ്ട്. ഞാൻ മിക്സ് ചുമ്മാ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ്. അതാണ് അതിന് ഇച്ചിരി ബേണിങ്ങിൻ്റെ ആ ഒരു സംഭവം കുറവ്.
പിന്നെ സ്പ്രെഡായിട്ടാണ് കിടക്കുന്നത്. ഫുൾ ഈവൻലി മിക്സ്ഡ് അല്ലായിരുന്നു പഞ്ചസാരയും ഷുഗറും. പഞ്ചസാരയും ഷുഗറും ഒന്നാണ്, പഞ്ചസാരയും പൊട്ടാസ്യമായിട്ടത്. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ നല്ല കിടിലമായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ഒരു ചെറിയ PVC ട്യൂബിൻ്റെ കഷ്ണം എടുത്ത് അതിനകത്ത് നല്ല റാം ചെയ്ത് നല്ല കിടിലമായിട്ട് നിറച്ച് സെറ്റാക്കി. ഇതും കൂടെ നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. എന്നുവെച്ചാൽ ഇത് ഫുള്ള് പൊട്ടാസ്യം നൈട്രേറ്റും പഞ്ചസാരയാണ്, വേറെ ഒരു സാധനം ഉപയോഗിച്ചിട്ടില്ല. 50-50 റേഷ്യോയിൽ. അതായത് ഒരു സ്പോയിലർ റോക്കറ്റ് എൻജിൻ ഉണ്ടാക്കുന്ന ആ ഒരു സെറ്റപ്പിൽ, റോക്കറ്റ് എൻജിൻ്റെ അല്ല, റോക്കറ്റിന് മോട്ടറോ എൻജിനോ എന്തെങ്കിലും അതുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ സെറ്റാക്കി എടുക്കുന്നത്. അപ്പം അതിനകത്ത് അത് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇഗ്നൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.